മക്കളെ മതി കളിച്ചത്, വാ അകത്ത് കയറ്. 6 മണിയായില്ലേ സമയം. ശരി അമ്മേ. മക്കളെ അമ്മയാണെങ്കിൽ ചായ അടുക്കള ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ, മക്കള് പോയി അതെടുത്ത് കുടിക്ക്. ശരി അമ്മേ. മക്കളെ നിങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞോ? കുടിച്ചു കഴിഞ്ഞമ്മേ. എന്നാ മക്കളെ നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങുക. അയ്യോ ഇതെന്താണ് സൗണ്ട് കേട്ടത് ഇപ്പം? എന്തിനാ ഇത് പിന്നെ സൗണ്ട് കേൾക്കണേ? അയ്യോ ഇതെന്താ സാധനമാ? ഇതിനിപ്പോ കാണാനില്ലല്ലോ. എന്റെ ഭഗവാനെ പേടി വരണേ. രമേശേട്ടന് ഇവിടെ ഇല്ല, എല്ലാ ജോലിക്ക് പോയാലേ ഇനി എന്ത് ചെയ്യാവോ? ഇവരൊന്നും അറിഞ്ഞില്ലേ? മക്കളെ മക്കളെ എഴുന്നേക്ക്. ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ അമ്മേ? രാവിലെ ഒന്നും ആയില്ലടി, ആകെ 12 മണി ആയതേ ഉള്ളൂ. 12 മണി ആയതേ ഉള്ളൂ, പിന്നെ എന്തിനാ അമ്മ ഇപ്പൊ എന്നെ വിളിച്ചേ? എടി എന്താ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാ. ജനാലയുടെ അവിടെ ആണെങ്കിൽ ഒരു വെള്ള കളറിലെ പ്രേതത്തിനെ കണ്ടു ഞാൻ. ഞാനൊക്കെ എന്തിനു നിന്നെ ഇപ്പൊ പേടിപ്പിക്കുന്നത്? പാരാത്രി. അത് ശരിയാണല്ലോ, സത്യമാണോ അമ്മ? കണ്ടോ? അല്ല അമ്മ എങ്ങനെ എഴുന്നേറ്റേ? ഞാനാണെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നേ, അപ്പോഴാണെങ്കിൽ ഒരു ഇങ്ങനത്തെ സൗണ്ട് കേട്ട്. അത് കേട്ട് എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ജനാല ആ രൂപം നിൽക്കുന്നുണ്ട്. എന്തിനാണ് നീ ഞങ്ങളെ വിളിച്ചേ പാർക്കുട്ടി? എന്താടി പാർക്കുട്ടി, ഇവിടെ പ്രേതം ഭൂതമൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ അമ്മ, എനിക്ക് ആ സൗണ്ട് കേട്ടിട്ട് പേടി വരുന്നു. മക്കളെ അങ്ങോട്ട് നോക്ക്. എന്താ അമ്മ? അമ്മച്ചേ, പ്രേതം ഓടിക്ക. അല്ല അമ്മ, അമ്മ എഴുന്നേറ്റ് സമയം എത്ര? ഞാനാണ് 12 മണിയായപ്പോ എഴുന്നേറ്റ്, ആ പ്രേതത്തിന്റെ ചിരിക്ക് സൗണ്ട് കേട്ടപ്പോ. അപ്പൊ ഞങ്ങളൊക്കെ എത്ര മണിക്ക് എഴുന്നേറ്റ്? നിങ്ങളാണെങ്കിൽ 1 മണിയായപ്പോ എഴുന്നേറ്റ്, പാർക്കുട്ടിയാണെങ്കിൽ 12:30 ആയപ്പോ എഴുന്നേറ്റ്. അമ്മ സമയം എത്രയാന്ന് നോക്ക്. 7 മണിയായ സമയം. അപ്പൊ നമ്മൾ ഇത്ര നേരം റൂമിലായിരുന്നോ? ഇപ്പൊ ഇത്ര നേരം നമ്മളെ പ്രേതത്തിനെ കണ്ട് പേടിച്ചിരിക്കുവായിരുന്നല്ലേ, അതായത് എന്തോ ഇത്ര സമയം പെട്ടെന്ന് പോയി. ശരി അമ്മേ. വാ മക്കളെ, പ്രേതമൊക്കെ പോയി കാണും. രാവിലെ ആയതുകൊണ്ട് പ്രേതം പോയി കാണും. നിങ്ങൾക്ക് വൈകിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഞാനെന്തായാലും ഒന്ന് രമേശേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. വാ മക്കളെ, നമുക്ക് അകത്തു പോവാം. അമ്മ അച്ഛനെ വിളിച്ചോ? വിളിച്ചോ മക്കളെ. അച്ഛനാണെങ്കിൽ ഇപ്പൊ ഇറങ്ങാന്ന്. അച്ഛൻ എന്തായാലും ഇവിടൊക്കെ എത്തുമ്പോ വൈകിട്ട് ഒരു 6 മണി 7 മണിക്കാവും. കാരണം ഇത്രയും ദൂരമുള്ളതല്ലേ. അച്ഛനാണെങ്കിൽ കോഴിക്കോട് നിന്നല്ലേ തിരുവനന്തപുരത്ത് വരുന്നത്, അപ്പൊ ഭയങ്കര ദൂരമല്ലേ. അമ്മ രാവിലെ ആണ്ടാന്ന് തോന്നുന്നു, ആ പ്രേതത്തിനെ കാണുന്നില്ലല്ലോ, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ശരിയാ മക്കളെ, പ്രേതത്തിന് ഇവിടെ ഒന്നും കാണുന്നില്ല. ചില പ്രേതങ്ങള് രാത്രി ആകുമ്പോ ഇറങ്ങും, ചില പ്രേതങ്ങള് രാവിലെ അങ്ങ് ഇറങ്ങും. രാവിലെ ഒന്ന് ഇറങ്ങുന്ന പ്രേതം രാത്രി ഇറങ്ങത്തില്ല, രാത്രി ഇറങ്ങുന്ന പ്രേതം രാവിലെ ഇറങ്ങത്തില്ല, അങ്ങനെ. എന്തായാലും അമ്മ ആ പ്രേതത്തിനെ കണ്ടിട്ട് പേടി വന്നിട്ട് വയ്യ. എന്നാ മക്കളെ, അമ്മയ്ക്കാണെങ്കിൽ അടുക്കള ഇത്തിരി ജോലിയുണ്ടേ, അമ്മയാണ് പോട്ടെ. മക്കള് പോയത് മുറ്റത്ത് പോയി കളിച്ചോ. ഇപ്പൊ സമയം എത്രയായി കാണുകാവോ? വാച്ച് നോക്കട്ടെ. വൈകിട്ട് 6 മണിയായ സമയം. അച്ഛൻ വരാറായെന്ന് തോന്നുന്നു. എവിടെ? കണ്ട്. മക്കളെ, നിങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? പ്രേതോ? എടി, ഇതിന് എന്ത് ചെയ്യും? അറിയില്ല രമേശേട്ടാ. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും പോയി നിക്കാറുന്നേ. ആ പ്രേതം നമ്മളിവിടെ ഇല്ലെന്ന് കാണുമ്പോഴേ ആ പ്രേതം എങ്ങോട്ടെങ്കിലും പൊക്കോളുമായിരുന്നു. അത് മതി രമേശേട്ടാ, പക്ഷെ നമ്മൾ എവിടെ പോയി നിക്കാനാ? അതാ ഒരു കുഴപ്പം. എടി, നമുക്ക് അകത്ത് പോവാ. ഞാൻ ആ പ്രേതത്തിനെ ഒന്ന് കാണട്ടെ. വേണ്ട രമേശേട്ടാ, ആ പ്രേതം നമ്മളെ കൊല്ലും. ഇപ്പോഴാണെങ്കിൽ ആ പ്രേതമാണ് എന്റെ ദേഹത്ത് ചില്ലെടുത്ത് എറിഞ്ഞ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഫാത്തിന് എന്റെ ദേഹത്ത് കൊണ്ടില്ല, താഴെ വന്ന് വീണ്. ആണോ? നമ്മളിനി എവിടെ പോടി? അച്ഛൻ അവിടെ അപ്പുവിന്റെ വീട്ടിൽ പോയി നിക്കാം. അത് ശരിയാ. എന്നാ അത് മതി, നമുക്ക് പോവാ. നീയൊക്കെ പോയ വീട്ടിലോട്ട് ഞാൻ വരുവാടാ.